സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് നിക്ഷേപിക്കുന്നവരുടെ എപ്പോഴുമുള്ള ഒരു സംശയമാണ് ഇൻകം ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഇതിന് വലിയ പ്രസക്തിയുണ്ട്. കാരണം ജൂലൈ 31 ആണ് അവസാന തീയതി. ഇൻകം ടാക്സ് ഫയൽ ചെയ്യാനായിട്ട് സമയമായി. മുമ്പൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഞാൻ ട്രേഡ് ചെയ്താൽ, ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റി. നമുക്കത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു CA പോയി കണ്ടു കഴിഞ്ഞാൽ അവരെല്ലാം വ്യക്തമായി പറഞ്ഞു തരും. അവർ തന്നെ അത് ചെയ്തു തരികയും ചെയ്യും. എന്നിരുന്നാൽ പോലും ഒരു ട്രേഡർ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റർ എന്നുള്ള നിലയിൽ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. എന്നാൽ ഇന്ന് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് മാത്രമല്ല, ഫോറക്സ് ചെയ്യുന്നവരുണ്ട്, ക്രിപ്റ്റോ കറൻസിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇതിലൊക്കെ പോകുന്നവർ എങ്ങനെയാണ് ഇതിന്റെ ടാക്സേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നുള്ളതിനെ പറ്റി സംശയമുണ്ട്. അപ്പോൾ അതുമായിട്ടുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഹാറ്റ്സ് ഓഫിൽ ഞാൻ പറയുന്നത്. ആദ്യം നമുക്ക് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് നോക്കാം. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഇതിന് 1.25 ലക്ഷം രൂപ 365 ദിവസത്തിന് മുകളിലേക്കായിട്ട് നമ്മൾ സ്റ്റോക്കുകളിലേക്ക് നിക്ഷേപിച്ച് അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് 1.25 ലക്ഷത്തിനകത്താണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ടാക്സ് ഒന്നും തന്നെ ഇല്ല. എന്നാൽ ഇതിന് മുകളിലേക്ക് വരുന്ന എമൗണ്ടിന് നമ്മൾ ടാക്സ് പേ ചെയ്തേ മതിയാകുള്ളൂ. ഇതിനകത്ത് ഇൻഡെക്സേഷൻ ഇല്ല. അപ്പോൾ പെട്ടെന്ന് ആലോചിക്കുക എന്താണ് ഇൻഡെക്സേഷൻ എന്നുള്ളത്. ഇൻഡെക്സേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. 1 ലക്ഷം രൂപ 10 വർഷം മുമ്പ് ഇൻവെസ്റ്റ് ചെയ്യുന്നതും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കിട്ടുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ ആ 1 ലക്ഷം രൂപയുടെ ഇന്നത്തെ ലാഭവും തമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വ്യത്യാസമുണ്ട്. മണി വാല്യൂ ഡിപ്രീസിയേഷൻ എന്നുള്ളൊരു പോയിന്റ് ഉണ്ട്. ആ വാല്യൂ ഡിപ്രീസിയേഷൻ ഇവിടെ കണക്കാക്കുന്നതല്ല. 1.25 ലക്ഷം രൂപ വരെയുള്ള പ്രോഫിറ്റിന് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല. അതിന് മുകളിലേക്കുള്ളതിന് 12.5% നമ്മൾ ടാക്സ് പേ ചെയ്യേണ്ടത്. ഇത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനിന്റെ കാര്യമാണ്. എന്നാൽ ഷോർട്ട് ടൈമിലേക്ക് വരുമ്പോൾ ഇത് 20% ആണ്. 20% നമ്മൾ ഇതിന് ക്യാപിറ്റൽ ഗെയിനിന്റെ ടാക്സ് കൊടുത്തേ മതിയാകുള്ളൂ. ഇവിടെ നിന്ന് നമ്മൾ ഇൻട്രാഡേ അതുപോലെ തന്നെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷനിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒന്ന് ITR 3 ഫോം ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് രണ്ടും ഫയൽ ചെയ്യേണ്ടത്. ഇൻട്രാഡേയും അതുപോലെ തന്നെ F&Oയും. ഇവിടെയും ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടത് 20% ആണ് നമ്മൾ പേ ചെയ്യേണ്ടി വരുന്നത്. ഇതിൽ സ്റ്റോക്ക് ഇൻട്രാഡേ ചെയ്ത് നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ 4 വർഷം വരെ ഇത് നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ F&Oയിൽ നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ 8 വർഷം വരെയും ഇത് നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം നിങ്ങളുടെ ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ വർഷം എന്തെങ്കിലുമൊക്കെ നഷ്ടം വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ നഷ്ടം കൂടെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് അതിനെ നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതാണ് നമ്മുടെ റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ശ്രദ്ധിക്കുക. സോ കൃത്യമായ സമയത്ത് ടാക്സ് ഫയലിംഗ് നടത്തുക. കാരണം നമ്മുടെ ഈ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ട്രേഡിംഗ് എന്ന് പറയുന്ന പോയിന്റ് വരുമ്പോഴത്തേക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ സപ്പോസ് ഒരു 10 ലക്ഷം രൂപയാണെന്ന് വിചാരിക്കുക. ഇത് പല തവണയായി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റുമ്പോഴത്തേക്ക് നടക്കുന്ന ട്രാൻസാക്ഷൻ എണ്ണം വളരെ കൂടുതലാണ്. അപ്പോൾ ഇത് വ്യക്തമായിട്ട് ട്രാൻസാക്ഷൻ ആണെന്നും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ നമ്മൾ IT അറിയിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഫയലിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രോഫിറ്റ് ഓർ ലോസ് എന്നുള്ളതിന് ഉപരിയായിട്ട് നിങ്ങൾ ടാക്സ് ഫയലിംഗ് അവിടെ ചെയ്യണം. ഇനി ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് മാത്രമല്ല, ഇന്ന് ഒരുപാട് പേര് ഫോറക്സിലേക്ക് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ക്രിപ്റ്റോയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഫോറക്സിന്റെ കേസിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സിംപ്ലി ഫോറക്സിന്റെ റൂളില് ഇല്ലീഗൽ എന്ന് പറഞ്ഞൊരു പോയിന്റും കൂടിയുണ്ട് ഇന്ത്യയിൽ ട്രേഡ് നടക്കുമ്പോൾ. അതിന്റെ റീസൺ എന്ന് പറയുന്നത് നമ്മൾ ഫോറക്സ് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫെമ റൂളിന്റെ നിയമലംഘനമാണ് വ്യക്തമായിട്ട്. ഇത് 1998 കാലം മുതൽ ഉള്ള കാര്യമാണ്. സോ ഫോറക്സ് ട്രേഡ് ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ മനസ്സിലാക്കിയിരിക്കുക, അത് ഫെമ റൂൾ നിയമലംഘനം തന്നെയാണ്. എന്നാൽ നിങ്ങൾ ഫോറക്സ് ട്രേഡ് ചെയ്തു, നിങ്ങൾക്ക് ലാഭം വന്നു, ഇത് നിയമപരമാക്കണം എന്നുണ്ടെങ്കിൽ ഒരു 10 ലക്ഷത്തിനൊക്കെ താഴെയുള്ള പ്രോഫിറ്റ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അതർ ഇൻകമായി കാണിച്ചുകൊണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പറയുന്ന ടാക്സ് പേ ചെയ്ത് മുന്നോട്ട് പോകാം. എന്നാൽ വലിയ സ്കെയിലിലേക്ക് ഞാൻ ഈ പറഞ്ഞ തുകയെക്കാളൊക്കെ വളരെ മുകളിലായിട്ടാണ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ബിസിനസ് ഇൻകമായി കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് ടാക്സ് പേ ചെയ്യാം. 30% ടാക്സ് വരുന്നത്. അത് ഇറസ്പെക്റ്റീവ് ഓഫ് മറ്റ് കാര്യങ്ങളെല്ലാം. ദാറ്റ് മീൻസ് നിങ്ങൾ നിങ്ങളുടെ എന്ത് ടാക്സ് പേ ചെയ്യുന്നു എന്നുള്ളതൊന്നും ഇതിന് ബാധകമല്ല. ഈ 30% നിങ്ങൾ പേ ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ടാക്സ് പേ ചെയ്തത് കൊണ്ട് നിങ്ങൾ ഒരിക്കലും സേഫ് ആകുന്നില്ല. അവിടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നിങ്ങളുടെ മേൽ മറ്റ് അന്വേഷണങ്ങൾ നടത്താൻ താല്പര്യപ്പെടുന്നില്ല എന്ന് മാത്രം. അതിന്റെ അർത്ഥം
ഫെമ റൂൾ നിയമലംഘനം അവിടെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇനി ക്രിപ്റ്റോയിലേക്ക് വരികയാണെങ്കിൽ എല്ലാം തന്നെ നിയമപരമായിട്ട് റെക്കോർഡ് ചെയ്ത് തന്നെയാണ് പോകുന്നത്. എന്നാൽ ക്രിപ്റ്റോയിന്മേൽ നമുക്ക് സംരക്ഷണമൊന്നുമില്ല. നമ്മുടെ ലാഭത്തിന്റെ 30% ടാക്സ് ആയിട്ട് കട്ട് ചെയ്യും, 1% സെസ് ആയിട്ട് ആദ്യമേ തന്നെ എടുക്കുന്നുണ്ട്. പക്ഷേ ക്രിപ്റ്റോയില് നേരിടുന്ന വലിയ പ്രശ്നം, ക്രിപ്റ്റോ ട്രേഡേഴ്സ് നേരിടുന്ന വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രോപ്പർ ആയിട്ട് ഇൻകം ടാക്സ് ഫയൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് പേരുടെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ആവുന്നുണ്ട്, അതുപോലെ തന്നെ നോട്ടീസും പോകുന്നുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ക്രിപ്റ്റോയുടെ പ്രോഫിറ്റ് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ട്രാൻസാക്ഷൻ കണക്കാക്കിയിട്ട് കൃത്യമായ കണക്കൊന്നും തന്നെ സബ്മിറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്കത് അവര് പെനാൽറ്റി ആയിട്ട്, ആ ട്രാൻസാക്ഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് പെനാൽറ്റി ആയിട്ട് നോട്ടീസ് അയക്കുന്നത്. ഇപ്പോൾ സമീപ ഭാവിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഒരുപാട് പേർക്ക് ഇത്തരം നോട്ടീസുകൾ കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഒരൊറ്റ റീസൺ എന്ന് പറയുന്നത് നമ്മൾ ക്രിപ്റ്റോയിലെ ട്രാൻസാക്ഷന് വ്യക്തത വരുത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇത് ക്രിപ്റ്റോയിൽ മാത്രമല്ല, ഫോറക്സിലാണെങ്കിലും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ പലപ്പോഴും മരവിക്കപ്പെടാറുണ്ട്. ഇതിന്റെ റീസൺ എന്ന് പറയുന്നത് നമ്മൾ ഇൻകം ടാക്സിന് വ്യക്തമായിട്ട് നമ്മൾ ചെയ്ത കാര്യം, അതർ ബിസിനസ് എന്താണെന്നുള്ളത്, അതിൽ നിന്നുള്ള റവന്യൂ സോഴ്സിനെ പറ്റിയോ ഒന്നും സ്പെസിഫിക് ആയിട്ട് പറയാത്തതിന്റെ കൊണ്ടാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കപ്പെടുന്നത്. സോ ഇൻകം ടാക്സ് ഫയലിംഗ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗവൺമെന്റ് നമ്മളെ നിരീക്ഷിക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുക. നമ്മുടെ ട്രാൻസാക്ഷൻസ് ബാങ്ക് കൃത്യമായി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അറിയിക്കുന്നു എന്ന് മനസ്സിലാക്കുക. നിയമപരമല്ലാത്ത ട്രാൻസാക്ഷൻ ആണെങ്കിൽ നമ്മൾ ഉറപ്പായും ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ആൻസറബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഈ സമയത്തെ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കുക. നല്ലൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റുമായിട്ട് കൺസൾട്ട് ചെയ്യുക. നമ്മൾ ചെയ്യുന്ന നമ്മുടെ ബാങ്ക് ട്രാൻസാക്ഷൻ എല്ലാം അദ്ദേഹത്തെ ബോധിപ്പിക്കുക. അപ്പോൾ അവർ കൃത്യമായിട്ട് പറഞ്ഞു തരും ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അതിനനുസരിച്ച് നമ്മൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുക. നമ്മുടെ സേഫ്റ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.